ഒരു അവിചാരിതമായിട്ട് മലബാറിലൊരു വീട്ടിൽ പാടി. അത് അന്ന് ഈ പറഞ്ഞ പോലെ ഒരു ഫോണിൽ ഷൂട്ട് ചെയ്തു, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചു, വൈറലായി. അത് ഫേസ്ബുക്കിലിട്ടു. അപ്പം ഞാൻ സത്യത്തിൽ, കാരണം എൻ്റെ പേടിയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സൊറിയാനിക്കാരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ യാക്കോബായ സഭയിലൊരു അച്ഛനാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ചിട്ടകളും നോമ്പ് നമസ്കാരം, പ്രത്യേകിച്ച് റിലീജിയസ് ആണ്. ഞാൻ ഒരു ആശ്രമസ്ഥനാണ്. അപ്പം വിവാഹിത പട്ടക്കാരെക്കാട്ടിലും കുറച്ചുകൂടി സ്ട്രിക്റ്റായിട്ട് ഇതെല്ലാം ഒബ്സർവ് ചെയ്യേണ്ടവരാണ്. അപ്പം പറഞ്ഞു വിടും കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ, മീൻ എൻ്റെ ഫേസ്ബുക്കൊക്കെ അങ്ങ് ഡീആക്ടിവേറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ചിന്ത, ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്താൽ ഈ വൈറലായതൊക്കെ അങ്ങ് മാഞ്ഞു പോകുമെന്നുള്ളതാണ് എൻ്റെ അന്നത്തെ ടെക്നിക്കൽ നോളജ് എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ബിഷപ്പ് അത് ഭയങ്കര പോസിറ്റീവായിട്ട് എടുത്തിട്ട് പിതാവിൻ്റെ പേജിൽ അത് ഷെയർ ചെയ്ത്, ഐ എം സോ പ്രൗഡ് അബൌട്ട് മൈ ക്ലർജി എന്ന് പറഞ്ഞിട്ട്, അതൊരു സന്തോഷമായിരുന്നു. പിന്നെ ഫ്ലവേഴ്സ് പോലെ ഒരു ചാനലിലേക്ക് വിളിച്ചു, കോമഡി ഉത്സവം പ്രോഗ്രാമിൽ വന്നു. അങ്ങനെയാണ് ഇപ്പം അച്ഛൻ പറഞ്ഞതുപോലെ അതൊരു സത്യസന്ധമായ കാര്യമാണ്. കാരണം ജാതി മതഭേദമന്യേ നമ്മുടെ അച്ഛൻ അങ്ങനെ ഒരു ഫീലിലേക്ക് വന്നു. അങ്ങനെയാണ് ഈ ഒരു എന്താ പറഞ്ഞത്, ഒരു പബ്ലിക് ഒരു അക്സെപ്റ്റൻസ് കിട്ടിയത് ആ ഒരു പാട്ടിലൂടെയാണ്, മാപ്പിളപ്പാട്ടിലൂടെ.